ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായ തരത്തിലുള്ളൊരു ചെമ്മീൻ പീര തയ്യാറാക്കാം. നമ്മൾ സാധാരണ മീൻ പീരയൊക്കെ തയ്യാറാക്കുന്ന ഇതുപോലെ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. പക്ഷേ ഇതിരിത്തിരി വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി അതിൻ്റെ പുറകിലുള്ള അഴുക്കൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഉള്ളത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് അതൊന്ന് 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെമ്മീൻ പീര തയ്യാറാക്കാൻ ചെറിയ ചെമ്മീൻ ആണ് കേട്ടോ നല്ലത് എപ്പോഴും. അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും. അപ്പോൾ 1 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒന്ന് മസാല പുരട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ടിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇതിൽ പുരട്ടി യോജിപ്പിക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അധികം മുളക് പൊടി ഇതിലേക്ക് ചേർക്കണ്ട. സാധാരണ നമ്മൾ ചെമ്മീനിലൊക്കെ ഇതുപോലെ മസാല പറ്റുമ്പോൾ ഇത്തിരി ഒന്ന് സ്പൈസി ആക്കിയിട്ട് എടുക്കും. അപ്പോൾ അത്ര സ്പൈസി ആയിട്ടുള്ള മസാലയല്ല നമുക്ക് വേണ്ടത്, ഒരു നോർമൽ സ്പൈസിനെസ് ഇതിന് മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മസാല പരട്ടിയ ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് നന്നായി ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ഉണക്കമുളകാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക. ചെറിയുള്ളിയൊക്കെ കൂടുതൽ ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ചെമ്മീൻ പീര. ചെറിയുള്ളിയും ഉണക്കമുളകും ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് മുപ്പിച്ചെടുക്കുക. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കരുത് കേട്ടോ, 1 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചാൽ മതി. നമുക്കൊരു ചുട്ടെടുത്ത ആ ഒരു രുചിയാണ് നമുക്ക് ഈ ഒരു ഇതിന് വേണ്ടത്. അപ്പോൾ അതെ, നമ്മുടെ ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ബൗള് മിക്സിയുടെ ഒരു ജാർ എടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ചിരകിയ നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടണമെങ്കിൽ കൂടുതലിടാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി വാളൻപുളി, നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് ചേർത്താൻ പറ്റും, അധികം പുളി ചേർക്കണ്ട. ഇനി പുളി നിങ്ങളുടെ അടുത്തില്ലേ, നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊരു ചമ്മന്തി പരുവത്തിൽ ഒന്ന് നിർത്തി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചിട്ടുള്ള ആ സെയിം പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ചെമ്മീനൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെമ്മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കൂട്ടിയിടുക. എന്നിട്ട് ഇതുപോലെ ചെമ്മീനൊന്ന് ആ പാനിലൊന്ന് ഇതുപോലെ നിരത്തി ഒന്ന് വെക്കുക. ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇതാക്കി കഴിയുമ്പോൾ ഇതുപോലെ ചെമ്മീനിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ മസാല ഉണ്ടല്ലോ, ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ മസാലയും ഒക്കെ ചെമ്മീനുമ്പോൾ നന്നായിട്ട് പുരണ്ടിരിക്കുന്ന ഡ്രൈ ആയിട്ട് പുരണ്ടിരിക്കുന്ന പരുവത്തിലേക്ക് വേണം. നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഉണ്ട്. നേരത്തെ കറിവേപ്പില ഇടാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ അതെ, ഇതുപോലെ ഒന്ന് അധികം കുക്ക് ചെയ്യരുത് കേട്ടോ ചെമ്മീൻ, കാരണം അധികം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ റബ്ബർ പോലെയാവും. അപ്പോൾ ഒരു 3-4 മിനിറ്റ് മതിയാവും ചെമ്മീൻ അത് ഒന്ന് വെന്ത് ഇതുപോലെയൊക്കെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരും. ഇനി നമ്മളൊന്ന് ഫ്ലെയിം കൂട്ടിയിടുകയാണ്. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് അപ്പോൾ നമ്മൾ ചെമ്മീനിൽ നിന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ നമ്മൾ നേരത്തെ ചമ്മന്തി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ ചെമ്മീനും ഈ ചമ്മന്തിയും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും എരിവൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ചെമ്മീനും ഈ ചമ്മന്തി നന്നായി മിക്സ് ആക്കിയിട്ടുള്ളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെക്കണം. അപ്പോൾ എല്ലാ കൂടി ഒന്ന് നന്നായിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വരും. ഒന്നിങ്ങനെ ആവി കയറുന്നൊരു പരുവം. നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ തീ ഓഫാക്കിയിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു
പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചെമ്മീൻ പീരയുടെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഇതിൽ നിന്ന് കുറച്ച് മതി നമുക്കൊരു പ്ലേറ്റ് ചോറുണ്ണാനായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ചെമ്മീനിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.